ഇന്ന് ഞാനിവിടെ വന്നിരുന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് റിവ്യൂ ചെയ്തിട്ട് കുറേ കാലമായി. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ സ്ഥലം ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. എനിവേ അതൊന്നുമില്ല ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. കറണ്ട് സെൻസേഷൻ ആയിട്ടുള്ള എമ്പുരാൻ എമ്പുരാൻ FTFS തന്നെയാണ് കണ്ടത്. അപ്പോൾ എമ്പുരാനെ കുറിച്ചുള്ള പൊതുവേയുള്ള പബ്ലിക് സെൻറ്റിമെൻറ്റ്, പിന്നെ സ്വതവേ നമുക്ക് ഓഡിയൻസിനുള്ളൊരു സെൻറ്റിമെൻറ്റാണ്. ഇമോഷണലി സിനിമ കണക്ട് ചെയ്തില്ല. ഇൻ്റർനാഷണൽ ആയിട്ട് ഹൈ എൻഡ് ആവാൻ സിനിമ എമ്പുരാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് ബാക്കിയുള്ള ഏരിയാസിലെല്ലാം ഒരു 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 ഫോൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് പൊതുവെ മനസ്സിലായൊരു കാര്യം. എനിക്ക് തീർച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. എനിക്ക് എമ്പുരാൻ ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ലൂസിഫർ ഫാനല്ല. എനിക്ക് ലൂസിഫറെ കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം, എനിബഡി ക്യാൻ മേക്ക് ദിസ് ഫിലിം എന്നുള്ളതാണ്. അപ്പോൾ അതിലെനിക്ക് ആകെപ്പാടൊരു ഡിഫറെൻ്റ് ആസ്പെക്റ്റിൽ ഞാൻ കണ്ടൊരു സംഭവം എന്ന് പറയുന്നത്, നമ്മുടെ ഈ പ്രത്യേകിച്ചും നമ്മുടെ ഒരു പാർട്ടിയിൽ കുടുംബവാഴ്ച എന്ന് പറഞ്ഞ സംഭവം ആ സിനിമയിൽ വേറൊരു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നു. ടോവിനോയുടെ പാർട്ടൊക്കെ എനിക്ക് സത്യത്തിൽ സിനിമയിൽ ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അതിൽ ഉണ്ടായിരുന്ന മറ്റൊരു ഡ്രഗിൻ്റെ വേറൊരു ആസ്പെക്റ്റ് കൊണ്ടുവന്നൊരു അത് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്ത പോലെയാണ് തോന്നിയത്. അത് ഈ രണ്ട് ആസ്പെക്റ്റിനപ്പുറത്തേക്ക് ആ സിനിമ ഒരാൾ ആദ്യമായിട്ട്, പൃഥ്വിരാജ് ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ടെക്സ്റ്റ് ബുക്ക് പ്രസൻറ്റേഷൻ, അതായത് സീൻസ് ഇങ്ങനെ അടുക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നു, കൃത്യമായിട്ട് ഒരു പാറ്റേൺ ഉണ്ടാക്കിയിട്ട് ഈവൻ ആക്ടേഴ്സിനടക്കം ഇങ്ങനെ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് പോയിരിക്കുന്നു എന്നുള്ളതാണ് തോന്നിയത്. എന്ന് വെച്ചിട്ട് ലൂസിഫർ ഒരു മോശം സിനിമയാണെന്നല്ല, തീർച്ചയായിട്ടും ഒരു മാസ് അപ്പീലുള്ള അത്തരമൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഇങ്ങനെ വെച്ച് പോയിട്ടുള്ളൊരു സിനിമയാണ് ലൂസിഫർ. അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയേറെ ഒരു പോപ്പുലാരിറ്റി ഉള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ സിനിമയുടെ എൻഡിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത് അടുത്തത് ഖുറേഷി അബ്രാമിൻ്റെ കഥയാണ് എന്ന് കാണിച്ചുകൊണ്ടാണ് ട്രിലോജിയിലെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള ലൂസിഫർ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എമ്പുരാനിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഖുറേഷിയുടെ സംഭവങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രോമിനൻസിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ എത്രമാത്രം അതൊരു ഇൻ്റർനാഷണൽ, ഇപ്പോൾ ഇതിൻ്റെ എല്ലാ PR സംഭവങ്ങളിലും പറഞ്ഞ പോലെ ഹോളിവുഡ് സ്റ്റൈലിലുള്ള മേക്കിംഗ് ആണ്, അത്രയ്ക്കും ബഡ്ജറ്റുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളായിരുന്നല്ലോ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മിക്കവാറും നമ്മളിപ്പോൾ പ്രൊമോയിൽ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സിനിമയിൽ ശരിക്കും വരണമെന്നില്ല. പക്ഷേ ഈ സിനിമ ശരിക്കും എനിക്ക് തോന്നിയത്, പൃഥ്വിരാജ് എന്തൊക്കെ പറഞ്ഞു, സാധാരണ ഒരു PR മാസ്റ്ററാണ് മൂപ്പര്. അപ്പോൾ അത് ഒരു ഭയങ്കര സ്കിൽ സെറ്റാട്ടോ. ഞാനതിനെ തീർച്ചയായിട്ടും എന്നെ അപ്രിഷ്യേറ്റ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ സിനിമയിൽ കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളൊരു ഫസ്റ്റ് ഇമ്പ്രഷൻ എന്ന് പറയുന്നത്. തുടക്കം മുതൽ അവസാനം വരെ സിനിമ എനിക്ക് എൻഗേജിങ് ആയിരുന്നു. അപ്പോൾ ദീപക് ദേവിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് ഒരുപാട് എന്താ പറയുക, പലർക്കും അത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളൊരു പക്ഷേ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അങ്ങനെ സിനിമയിൽ പ്രത്യേകിച്ച് നമ്മളങ്ങനെ മ്യൂസിക് നോക്കിയിരിക്കുന്ന അവസ്ഥയൊന്നും ഈ സിനിമയിൽ ഉണ്ടായിരുന്നില്ല. അതിങ്ങനെ അതിൻ്റെ കൂടെ തന്നെ പോകുന്നൊരു സംഭവമായിട്ടാണ് തോന്നിയത്. പിന്നെ മറ്റ് സിനിമകളിലൊക്കെ കാണിക്കുന്ന പോലത്തെ സ്റ്റാർ എൻട്രിയിൽ കാണിക്കുന്ന അതിഭീകരമായിട്ടുള്ള ഒരു പഞ്ചും അങ്ങനെയുള്ള ശബ്ദങ്ങളൊന്നും ഇതിലില്ല. അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഇത് പൊതുവേ ഈ സിനിമയിലൊരു പഞ്ച് ഇല്ല, പഞ്ച് ഡയലോഗ്സ് ഇല്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പൾസ് വളരെ വീക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു പബ്ലിക് സെൻറ്റിമെൻറ്റ്. പിന്നെ വേറൊരു കാര്യം കേട്ടത്, ലൂസിഫറാണ് നല്ലതെന്ന് പറയുന്ന ഒരുപാട് ഓഡിയൻസിനെ കണ്ടു. അപ്പോൾ ലൂസിഫറിൻ്റെ ഒരു ഹാങ് ഓവർ ചെയ്യുന്ന ആളുകൾ പുറത്ത് കിടക്കാത്തതും ഇങ്ങനത്തെ ഒരു കമൻറ്റ് പറയാനായിട്ട് ഒരു കാരണമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേസിക്കലി ഞാൻ ഈ സിനിമയിൽ നോക്കിയത് ഖുറേഷിയുടെ പാട്ട് എങ്ങനെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി അവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാകുമ്പോൾ അയാൾക്ക് ഉള്ള പിന്നെ അയാളുടെ സെറ്റപ്പ് കാണിക്കുന്നത് വേറെ രീതിയിലാണ്. അതേസമയം ഇത് ഇത്രയും വലിയ ഒരു ഇൻ്റർനാഷണൽ ഒരു സിൻഡിക്കേറ്റുകളൊക്കെ ലീഡ് ചെയ്യുന്ന അങ്ങനത്തെ സ്പേസിലേക്ക് പിന്നെ എബ്രഹാം ഖുറേഷി വരുമ്പോൾ ആ ക്യാരക്ടറിനെ എങ്ങനെ കാണിക്കണം എന്നുള്ളതാണല്ലോ നമ്മൾ ശരിക്കും പിന്നെ എമ്പുരാനിൽ ചെക്ക് ചെയ്യേണ്ട ഒരു സംഭവം. ആ ഒരു വ്യൂവിലാണ് ഞാൻ പറയുന്നത് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇമോഷണലി കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞ സംഭവത്തിന് നമ്മൾ കുറച്ചൊരു ഓവർ ഹൈപ്പ് കൊടുക്കുന്നുണ്ടോ ഈയിടെ എന്നൊരു സംശയം കൂടി ഈ സിനിമയുടെ ഒരു പൊതുവേ ഉള്ളൊരു സെൻറ്റിമെൻറ്റ് നോക്കിയപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. കാരണം
നമുക്കിത്രമാത്രം എല്ലാ ഓരോ സിനിമയ്ക്കും ഓരോ ടോണും സെറ്റിങ്ങും അതിലെ ഏത് സെൻട്രൽ ക്യാരക്ടർ എന്താണ്, അയാളുടെ സ്പേസ് ഇപ്പം എന്താണ്, അത് ഡിമാൻഡ് ചെയ്യുന്ന രീതിയിലേക്കാണല്ലോ സിനിമകൾ സെറ്റ് ചെയ്യേണ്ടത്. ഞാനങ്ങനെയാണ് സിനിമകൾ കാണാറ്. അപ്പോൾ ആ സെറ്റിങ്ങുകൾ ഈ സിനിമയിലുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം ആയിട്ടാണ് എനിക്ക് എമ്പുരാനെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിയിൽ എമ്പുരാൻ തീർച്ചയായിട്ടും മലയാളത്തിൽ നിന്നുള്ള ഏറ്റവും ആസ്പിറേഷണൽ ആയിട്ടുള്ളൊരു ഫിലിമാണ്. ഹോളിവുഡ് സ്റ്റൈലിലുള്ള ഫിലിം മേക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതിലേക്ക് എത്താനുള്ള നല്ലൊരു ഡെഡിക്കേഷൻ, നല്ല രീതിയിലുള്ളൊരു ശ്രമം പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർ ചെയ്തിട്ടുണ്ട്, ക്രൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വരുന്നത് നമ്മുടെ ഖുറേഷിയാണ്, മോഹൻലാലും അങ്ങനെ അതിൽ ആ ക്യാരക്ടറിൻ്റെ പേഴ്സോണയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ. ഇനിയിപ്പം മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, മുരളി ഗോപി സ്ക്രിപ്റ്റിൻ്റെ ട്രേറ്റുകളായിട്ടുള്ള ബിബ്ലിക്കൽ റെഫറൻസസ്, അതുപോലെ തന്നെ പൊളിറ്റിക്കലി വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ്. ഒരുപാട് എല്ലാ പാർട്ടികളെയും ഒന്ന് കൊട്ടുന്നതിൽ ഒരു ഇക്വാലിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സ്ക്രിപ്റ്റാണ്. എനിക്കതിൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് ഷോട്ടിലൊരു മാസീവായിട്ടുള്ളൊരു ഷോട്ടാണ്. അതിൽ നമ്മളെല്ലാവരും അറിയുന്നൊരു പൊളിറ്റിക്കൽ ഒരു ഇൻസിഡൻറ്റ്, അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്ന റെഫറൻസുകളടക്കം വളരെ ക്ലിയറായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് എന്നെ കാണിച്ചിട്ടുള്ളതിൽ സാധാരണ ഇത്തരം എൻലാർജ് ചെയ്തിട്ടുള്ള സീനുകൾ എടുക്കുമ്പോൾ, നോർത്ത് ഇന്ത്യയിലെ സീനുകളൊക്കെ എടുക്കുമ്പോൾ അതൊരു റീജിയണൽ ഫ്ലേവർ, മറ്റ് സ്റ്റേറ്റിൽ നിന്നുള്ള സിനിമകളിൽ ഒരു റീജിയണൽ ഫ്ലേവർ കയറി വരാറുണ്ട്. അപ്പോൾ ഇത് അങ്ങനെയല്ല കേട്ടോ, വളരെ പ്രിസിഷനോടുകൂടി ഒത്തൻറ്റിക്കായിട്ട് ആ ഷോട്ട് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇനി ഇത് കഴിയുകയാണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം ഖുറേഷിയുടെ ഇൻ്റർനാഷണൽ സ്പേസിലുള്ള ഒരു ഓപ്പറേഷൻസ് കാണിക്കുമ്പോഴാണ് മറ്റ് കൺട്രികൾ അതൊരു വേറെ ഹൈലൈറ്റ് ആണല്ലോ മൾട്ടി കൺട്രികളിലുള്ളത്. അതിലിപ്പം ഇറാഖ് പാകിസ്ഥാൻ ബോർഡറുകൾ, അതുപോലെ തന്നെ UK, സെനഗൽ, ഇങ്ങനെയുള്ള പല കൺട്രികളും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബഡ്ജറ്റ് പാർട്ട്, അതുപോലെ ക്യാരക്ടർ ആർക്കുകൾ പറയുകയാണെങ്കിൽ ഇപ്പം ഏറ്റവും കൂടുതൽ സ്പേസ് കൊടുത്തിട്ടുള്ള ജതിൻ ആണ്. അതായത് നമ്മുടെ ടൊവിനോൻ്റെ ക്യാരക്ടർ. ടൊവിനോനിൽ അത് നന്നായിട്ട് ആ ഗെറ്റപ്പിലേക്കും അതിൻ്റെ ഒരു ആക്സെൻ്റ് അടക്കമുള്ള ആ ക്യാരക്ടർ പേഴ്സോണയിലേക്ക് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഈ ടൊവിനോനെ. അപ്പോൾ അവസാനമാണ് ടൊവിനോ ഒന്ന് വീക്കാവുന്ന ഈ ക്യാരക്ടർ. അതുപോലെ പിന്നെ പ്രിയദർശിനിയുടെ റോള്, അത് ഒരു ട്രാൻസ്ലേഷന് ശേഷമുള്ള പ്രിയദർശിനി, അത് മഞ്ജു വാര്യർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇതിൽ ഏറ്റവും കൂടുതൽ പിന്നൊരു സ്പേസ് ഉള്ളത് അഭിമന്യുവിനാണ്, ഹിന്ദി ആക്ടർ. അത് അത്യാവശ്യം നന്നായിട്ട് ആ റോള് ഡീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സയ്യദ് മസൂദ് മൂപ്പരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്തിട്ട് നിൽക്കുന്ന ഒരു സ്പേസിലേക്ക് വളരെ കുറച്ച് സ്ഥലത്താണ് പൃഥ്വിരാജ് നമ്മൾ കാണുന്നത്. പക്ഷെ അതൊരു അധികം ഡയലോഗിൻ്റെ ഇതൊന്നും ഇല്ലാതെ ആണ് വന്നിരിക്കുന്നത്. എനിക്കത് സത്യത്തിൽ ഇഷ്ടപ്പെടാൻ. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിലൊരു ആക്ഷൻ സീക്വൻസുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സെക്കൻഡ് ഹാഫിലെ ആക്ഷനാണ്. അത് നല്ല, ഇപ്പോൾ മോഹൻലാലും അതുപോലെ പൃഥ്വിരാജും ഒരുമിച്ചുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. അതിൽ സലാറിൻ്റെ റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ഉണ്ട്. നമുക്ക് അതിനോടുള്ളൊരു ആ സീനിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കാണുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഹിറ്റ് ചെയ്യണത് അതാണ്. അങ്ങനെയൊക്കെയാണ് സിനിമ പോകുന്നത്. പിന്നെ അതിൻ്റെ എന്താ പറയുക, എല്ലാ ഇപ്പോൾ ഫോറിൻ ആക്ടേഴ്സിൻ്റെ കാര്യം പറയാം, അവർക്കൊന്നും വലിയ ഒരു പ്രോമിനൻസ് ഒന്നും കൊടുത്തിട്ടൊന്നുമില്ല. സാധാരണ ഒരു പോർട്രയിലാണ്. അങ്ങനെയൊക്കെ ആണ് ക്യാരക്ടേഴ്സ് ഇരിക്കുന്നത്. വേറൊരു കാര്യം ശ്രദ്ധിച്ചത്, ലൂസിഫറിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പലർക്കും, സായികുമാർ ആയാലും ബൈജു ആയാലും, പുതിയൊരു ക്യാരക്ടർ സുരാജാണ്. സുരാജ് അണ്ടർ യൂസ്ഡ് ആണ്, ആ ക്യാരക്ടറിന് വലിയ ഇമ്പാക്റ്റ് ഒന്നുമില്ല. അതുപോലെ ഇപ്പോൾ നൈലൈഷ അവരുടെയൊക്കെ ഒരു ഡിവിഷൻ, അങ്ങനെയുള്ള എല്ലാവരും ഇതിലൊരു ലോയൽറ്റിയുടെ പുറത്ത് അപ്പിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ പലർക്കും അതിൽ വലിയ റോളൊന്നുമില്ല. ഇന്ദ്രിയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇന്ദ്രിയത്ത് ഇതിലൊരു എന്താ പറയുക, നമുക്ക് ഫസ്റ്റ് ലൂസിഫറിൽ കണ്ട ഒരു ഇമ്പാക്റ്റ് ഇതിൽ ഇന്ദ്രിയത്തിൻ്റെ ക്യാരക്ടറിന് ഇല്ല. എമ്പുരാൻ്റെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സിനിമയുടെ ഒരു ബഡ്ജറ്റൊക്കെ വളരെയധികം അപ്പായിട്ടുള്ളത്. പൃഥ്വിരാജ് ഇങ്ങനെ ഒരു ഹോളിവുഡ് സ്റ്റൈലുള്ള മേക്കിംഗ് എന്ന് പറയുന്ന സംഭവങ്ങൾ എൻ്റെ റിഫ്ലക്ഷൻ ഈ സിനിമയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അത് നിങ്ങളെന്തായാലും ഇന്നലെ ഇറങ്ങിയൊരു സിനിമയാണ്, നമുക്ക് അതിൻ്റെ ഒരു സ്പോയിലേഴ്സ് ഒഴിവാക്കാം. നിങ്ങൾ അത് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇതിൽ സുജിത് വാസുദേവൻ്റെ ക്യാമറ, അത് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ്.
വേറെ നമ്മൾ ദീപക്കിനെ കവർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ വേറൊന്നും ഇതിലങ്ങനെ വേറെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ഇപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ FTFS ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും അക്രോസ് ദ ഗ്ലോബ്. പക്ഷേ ഇനി വീക്കെൻഡിലൊക്കെ പോകാനിരിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് പേര് കാണാൻ ബാക്കിയുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമേനെ ഈ ട്രിലോജിയിലെ സെക്കൻഡ് സ്റ്റാൻഡ് ലോൺ ആയിട്ട് നിൽക്കുന്ന ഒരു സിനിമയായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി, അതായത് ലൂസിഫറിനൊക്കെ ഒന്ന് ഡിസ്കണക്ട് ചെയ്തുകൊണ്ട് ഈ സ്പേസിൽ നിന്നിട്ട് ഈ സിനിമ കാണുകയാണെങ്കിൽ കുറച്ചും കൂടി ഈ സിനിമ നിങ്ങൾക്ക് അപ്പീലിംഗ് ആയിരിക്കും, കണക്റ്റിങ്ങും ആയിരിക്കും. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിൽ ഇനി പോകാനുള്ള ഒരു കാരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ അങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടിയത്. അത് ഞാൻ ഷെയർ ചെയ്യാണ്. പിന്നെ ഇത് മസ്റ്റായിട്ടും ഒരു തിയേറ്റർ വാച്ചാണ്. നിങ്ങൾ OTTയിൽ ഇരുന്നിട്ട് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും കണക്റ്റ് ആവില്ല. അപ്പോൾ ഇതിൽ പോയിട്ടൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കൂടി ഞാൻ പറയുകയാണ്, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻസൊക്കെ പറയുക. പിന്നെ നമുക്ക് വേറൊരു സിനിമയൊക്കെ ആയിട്ട് അടുത്ത് തന്നെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.